ഒന്നിനു പുറകെ ഒന്നായി. ഇനി മറ്റു വല്ല ഭൂകമ്പം നടന്നോ? നമ്മുടെ കഷ്ടകാലമാണല്ലോടാ. റിതു, നീ എങ്ങോട്ട് പോവാ? എന്തോ കാര്യമുണ്ട്. നമുക്ക് അവരുടെ മുറിയുടെ വാതൊക്കെ ചെന്ന് കേൾക്കാം. നമ്മൾ അവരെ പോലെ ചീപ്പായല്ലോ. അതൊന്നും വേണ്ടത്. വേണം. ഞാൻ പറയുന്നൊന്ന് കേക്ക് രാജു. നിനക്ക് എന്താ പറ്റിയേ? ഒന്ന് തുറന്ന് പറയ്. അമ്മയോടത് പറയണോ? തുറന്ന് പറഞ്ഞേക്കാം. അമ്മയെ കൂടി ഞാൻ ചതിച്ച കാര്യ. പക്ഷേ അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം അമ്മയെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചതിക്കുന്നതല്ലേ. എടാ, നീ തുറന്നു പറ. അമ്മയോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എടാ, മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നടക്കുമ്പോഴേ നീ വീണ്ടും പെണ്ണുകേസി കുടുങ്ങിയല്ലേടാ? അതൊന്നും അല്ല. ഞാൻ ആ അനന്തപിള്ളയെ വിശ്വസിച്ചു. അയാളെന്നെ മുഖ്യമന്ത്രി വരെ ആക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മയും കാലുവാരി. കാലുവാരിയോ? അവര് നമ്മൾ പറയുന്നത് പലതും ഒളിച്ചു നിന്ന് കേൾക്കുന്നതല്ലേ. അവന്റെ പോക്ക് കണ്ടിട്ടെ എന്തോ കാര്യമുണ്ട്. വാ രാജു, വാ. രാജു വാ. നീ എന്തൊക്കെയാടേ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അയാൾ എന്നെ ഒത്തിരി മോഹിപ്പിച്ചമ്മേ. മുഖ്യമന്ത്രി ആക്കാന്നും അയാളുടെ മകൾ എനിക്ക് കെട്ടിച്ചേരാന്നും പറഞ്ഞു അയാളെന്നെ ചതിച്ചു. എന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അമ്മയെ ചതിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു അയാള്. നീ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേ. പറയാം. ഒരു ഭാവി മുഖ്യമന്ത്രിയാ ഇവിടെ നിൽക്കുന്നതെന്ന് കരുതിക്കോ. വർമ്മയുടെ അനന്തരവനായി അറിയപ്പെടുന്ന ഇവൻ ഭാവിയില് എന്റെ മരുമകനായും അറിയപ്പെടും. ഇതേ ആത്മഹത്യയും കൊലപാതകമൊന്നും അല്ല റിതു. ഇവർക്ക് എന്തോ തക്കതായ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷനാ ഇതൊക്കെ. സത്യം പറയ്, എന്താ ഈ അഭ്യാസത്തിന്റെ അർത്ഥം? എന്തഭ്യാസം? ഞാനിവനോട് എന്റെ പൊന്നാങ്ങളുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് കരയുമായിരുന്നു. ഓ, പ്രതാപൻ ഇങ്ങനൊരു ഗതി വരുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇതേ ഇവരുടെ നമ്പർ 1 തരികിടയാണ്. വർമ്മ സാറിന്റെ കാര്യോർത്ത് ഇവര് സന്തോഷിക്കല്ലോ, കരയില്ലല്ലോ. ഇത് മറ്റെന്തോ ഒരു കാര്യം. ഇവർക്ക് എവിടുന്നോ 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ ഇപ്പൊ കണ്ടത്. സത്യം പറയ്, എന്താ ഉണ്ടായത്? ഉണ്ടായ കാര്യം പറഞ്ഞില്ലേ? അല്ല, നീ ആരാ ഇതിന് മാത്രം എന്നെ ചോദ്യം ചെയ്യാൻ? എന്റെ ആങ്ങളോടുള്ള സ്നേഹം എന്താന്നേ എനിക്കറിയാം. അത് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾ പറഞ്ഞതെല്ലാം നുണയാണെന്ന് ഞങ്ങൾക്കറിയാം. എത്ര ചോദിച്ചാലും നിങ്ങൾ സത്യം പറയുകയില്ല. വേണ്ട, ഞങ്ങള് അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അംബികയുടെ മകന്റെ ഇവിടുത്തെ കാലാവധി തീരാറായി. ഓർത്തോ? ഈ നാട്ടിലെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. പൊതുവെ ഇവിടെ എങ്ങനെയാ, ശാന്തമായ ഒരു ജില്ലയാണ്. ഇവിടെ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. പണ്ട് ക്രിമിനൽസും വയലൻസും ഒക്കെയുള്ള ജില്ലയായിരുന്നു. ഇപ്പൊ പൊതുവെ ശാന്തം. മുരുകപ്പ കതിരേശനായിരുന്നില്ലേ ഇവിടെ മുൻപ് കളക്ടർ? അതെ മാം. Brief me on the present condition of the district. Law and order, administration and everything. Thank you. Thank you very much. May I leave now, ma'am? Yeah, sure. മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ, വരാൻ പറയൂ. ശരി മാഡം. ഇയാളെ ഞാൻ പുറത്തു വെച്ച് കണ്ടതാണല്ലോ.
നമസ്കാരം മാഡം. സ്വീകരണ ചടങ്ങ് നടക്കുമ്പോ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയാ ഞാൻ മാഡത്തിനെ എന്നെ വിശദമായി പരിചയപ്പെടുത്താം. ഞാൻ അനന്തപിള്ള, പാർട്ടി പ്രസിഡന്റാണ്. അത് മാത്രമല്ല, ഒരു ചെറിയ റിലേഷനും കൂടി നമ്മൾ തമ്മിലുണ്ട്. റിലേഷനോ? യെസ്, മാഡത്തിന്റെ ഫാദർ ലോയിന്റെ ഫസ്റ്റ് കസിനാണ് ഞാന്. ഓ, മാഡം ഇങ്ങോട്ടാ വരുന്നതെന്ന് അവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. കേട്ടപ്പോഴ് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ട് തന്നെയാ ഇന്ന് ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഞാന് മാഡത്തിനെ കാണാൻ ഇങ്ങോട്ട് ഓടി വന്നത്. താങ്ക് യു. യെസ്, യു ആർ വെൽക്കം. മാഡത്തിനെ പോലെ എത്തിക്സ് ഉള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഈ ഡിസ്ട്രിക്റ്റിന് ആവശ്യം. മാഡം വരുന്നു എന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ എല്ലാവരും വളരെ വളരെ സന്തോഷത്തിലായിരുന്നു. എന്ത് ആവശ്യമുണ്ടെങ്കിലും മാഡം പറയണം. രാഷ്ട്രീയ നേതാവാണെന്നും പറഞ്ഞ് ഒരു റെക്കമെൻഡേഷനുമായിട്ട് ഈ അനന്തംപിള്ള വരില്ല. അക്കാര്യത്തില് മാഡം പേടിക്കേണ്ട ആവശ്യമില്ല. വരുന്നതിനെന്താ? ജനുവനായ കേസുകളിലൊക്കെ രാഷ്ട്രീയക്കാർ ഇടപെട്ടേ പറ്റൂ എന്നതാണ് എന്റെ ഒരു പക്ഷം. അപ്പോ ഞാനിനി ശല്യപ്പെടുത്തുന്നില്ല. വീണ്ടും കാണാം. മാഡത്തിനെ കണ്ട വിവരം ഞാൻ അവരെയൊക്കെ ഒന്ന് വിളിച്ച് പറയാം. താങ്ക് യു.